അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഭരണാധികാരിയായ ഖലീഫ ഉമർ റളിയല്ലാഹു ഒരു സാധാരണ സ്ത്രീയുടെ അഭിപ്രായത്തിന് മുമ്പിൽ തലകുനിച്ച കഥ. സ്ത്രീകളുടെ ശബ്ദത്തിന് ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. കഥ നടക്കുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ്. ഒരു വെള്ളിയാഴ്ച ഖുത്ബയിലെ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിഷയമിതായിരുന്നു: വിവാഹത്തിന് സ്ത്രീകൾക്ക് നൽകുന്ന മഹർ, അതായത് വിവാഹമൂല്യം അമിതമാകരുത് എന്നതായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്കുകൾ പൂർത്തിയാകും മുമ്പ് പള്ളിയിൽ കൂടിയിരുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് അവർ ആദരവോടെയും ഉറച്ച ശബ്ദത്തിലും ഖലീഫയോട് സംസാരിച്ചു. അല്ലയോ ഖലീഫ, അങ്ങയുടെ അഭിപ്രായം ഖുർആനിലെ നിർദ്ദേശത്തിന് വിരുദ്ധമാണല്ലോ. ആ സ്ത്രീ ഖുർആനിലെ സൂറ അൻ-നിസായിലെ 20-ാം വചനം ഉദ്ധരിച്ചു: നിങ്ങൾ ഒരു ഭാര്യയെ ഒഴിവാക്കി മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൾക്ക് നിങ്ങൾ ഒരുപാട് സ്വർണ്ണ മഹറായി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഒന്നും തിരികെ എടുക്കരുത് എന്ന്. ഉമർ റളിയല്ലാഹു ഒരു നിമിഷം ആലോചിച്ചു. ഖുർആൻ വചനത്തിനു മുമ്പിൽ തൻ്റെ അഭിപ്രായം തിരുത്താൻ അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു: സ്ത്രീയെ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഉമർ അത് തെറ്റിച്ചിരിക്കുന്നു എന്ന്. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ വ്യവസ്ഥ തിരുത്തുകയും ചെയ്തു. ഈ സംഭവം നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവേദികളിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. തെറ്റു മനസ്സിലാക്കിയാൽ അത് പരസ്യമായി സമ്മതിക്കാൻ ഭരണാധികാരികൾക്ക് പോലും മടിയില്ലാത്ത ഒരു ഭരണവ്യവസ്ഥയായിരുന്നു അന്ന്. ഒരു വ്യക്തിയുടെ അഭിപ്രായത്തേക്കാൾ ഖുർആനാണ് ഉന്നതമായത് എന്ന് ഈ സംഭവം അടിവരയിടുന്നു. ഈ കഥ ചരിത്രത്തിൽ വെറുമൊരു സംഭവമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ നീതിബോധത്തെയും സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവത്തെയും കുറിച്ചുള്ള ഒരു പാഠപുസ്തകവും കൂടിയാണ്.